എറണാകുളം ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനി 7ാം നിലയിൽ നിന്ന് വീണ് മരിച്ചത് ഫോൺ വിളിക്കുന്നതിനിടെയെന്ന് കോളേജ് അധികൃതർ. കൈവരിയിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇതിൽ ഹോസ്റ്റൽ അധികൃതർ പറയുന്നതാണോ ഈ തരത്തിലേക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ദൃക്സാക്ഷികളായുണ്ടോ? അനുജ, ഒരു വാർത്താക്കുറിപ്പിലൂടെ ഈ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഇങ്ങനെയൊരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ കൈവരിയിലിരുന്ന് ഫോൺ ചെയ്യുമ്പോൾ കൈ തെറ്റി താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവരിപ്പോൾ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. മറ്റാരുടെയും പ്രതികരണങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇതുവരെയും പുറത്തു വരികയും ചെയ്തിട്ടില്ല. അതേസമയം പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അവിടെ ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികളെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട് അവരിൽ നിന്നും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ നീക്കം. ഇന്ന് ഈ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാത്തിമ ഷഹാനെയാണ് 7ാം നിലയിൽ നിന്നും വീണ് മരിക്കുകയുണ്ടായത്. കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നു എന്നുള്ള ആക്ഷേപം ഇതിനോടകം നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. പോലീസ് പിന്നീട് സംഭവം അറിഞ്ഞെത്തി പരിശോധന നടത്തി. അവിടെ ഈ വീഴാൻ ഉണ്ടായത് ഇത് വേറെ മറ്റേതെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്നുള്ള ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ്. ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിഷയത്തിൽ ഒരു വാർത്താക്കുറിപ്പിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൈവരിയിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷിതമല്ലാത്തൊരു ഇടമാണ് എന്നാണോ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്നൊരിടത്ത് അങ്ങനെ തന്നെ അത് ഇട്ടിരുന്നത്? ഈ കൈവരിയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു തരം പ്ലൈവുഡ് പോലെയുള്ള മൈക്കയോ പ്ലൈവുഡോ അങ്ങനെ എന്തോ ഒരു വസ്തുവാണ്, അത് വെച്ചിട്ടാണ് അത് ആ ഒരു ഭാഗം ഒന്ന് മറച്ചിരുന്നത്. അതിന് മുകളിലേക്ക് വീഴുകയാണ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിനി താഴേക്ക് പതിച്ചതും മരണം സംഭവിച്ചതും. സുരക്ഷിതമല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരല്പം ഒരു മറവ് പോലെ ഉണ്ടാക്കാൻ വെച്ചിരുന്നത് അത്ര കണ്ട് സുരക്ഷിതമായ സാധനമായിരുന്നില്ല. അത് പ്ലൈവുഡോ മൈക്കയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിന് മുകളിലേക്ക് വീണ് അതും പൊളിച്ചുകൊണ്ടാണ് താഴേക്ക് പതിച്ച് മരണം സംഭവിച്ചത്. ശരി, ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനി ഫോൺ ചെയ്യവേ താഴേക്ക് പതിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം.